ഹലോ ഫ്രണ്ട്സ്, അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു കറണ്ട് അഫയർ ടോപ്പിക്കാണ് കേരള ബജറ്റ് 2024 കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുവാണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്നാം ഘട്ടം എക്സാമിന് ഈ കേരള ബജറ്റ് 2024 നിന്നൊരു പദ്ധതിയുടെ എടുത്തു ചോദിച്ചിരുന്നു. അപ്പം ഇനി അടുത്ത ഘട്ടം നടക്കുന്ന പരീക്ഷകളിൽ ഈ കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പദ്ധതികളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനൊരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ പറയാനുള്ളത് കേരള ബജറ്റ് 2024. നമുക്കറിയാം 2024 ബജറ്റ് ഫെബ്രുവരി മാസം കഴിഞ്ഞത്. അത് എന്നാണ് അവതരിപ്പിച്ചത്? ബജറ്റ് അവതരിപ്പിച്ചത് 2024 ഫെബ്രുവരി 5. അപ്പൊ കേരള ബജറ്റ് 2024 എന്നാണ് അവതരിപ്പിച്ചത്? 2024 ഫെബ്രുവരി 5. മറക്കല്ലേ, ചിലപ്പോൾ ഡേറ്റ് ആയിട്ട് ചോദിച്ച് സ്റ്റേറ്റ്മെന്റ് പോലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒന്നുകൂടെ പറയാം, കേരള ബജറ്റ് അവതരിപ്പിച്ചത് 2024 ഫെബ്രുവരി 5. ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നമ്മുടെ KN ബാലഗോപാലാണ്. ബാലഗോപാൽ ആരാണ്? കേരളത്തിലെ നിലവിലെ ധനകാര്യ മന്ത്രിയാണ് KN ബാലഗോപാൽ. അതുപോലെ തന്നെ ഇതോടെ നോട്ട് വെച്ചാൽ KN ബാലഗോപാലിന്റെ 4ാമത്തെ ബഡ്ജറ്റാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, KN ബാലഗോപാലിന്റെ എത്രാമത്തെ ബഡ്ജറ്റാണ് 2024 അവതരിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ അതോടെ ഓർത്ത് വെച്ചോ, KN ബാലഗോപാലിന്റെ നാലാമത്തെ ബജറ്റാണ് 2024 അവതരിപ്പിച്ചത് കേട്ടോ. 4ാമത്തെ ബജറ്റാണ്. അതോടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കണേ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2024 കേരള ബജറ്റിന്റെ കവർ പേജിന്റെ പേര് ചോദിക്കാം. കവർ പേജിന്റെ പേര് എന്താണ്? ബേർഡ് ഇൻ സ്പേസ് എന്നാണ് കേട്ടോ. അപ്പം നമ്മുടെ കേരള ബജറ്റ് 2024 കവർ പേജ് എന്താണ്? ബേർഡ് ഇൻ സ്പേസ് കേട്ടോ. ബേർഡ് ഇൻ സ്പേസ്, മറക്കല്ലേ, ബേർഡ് ഇൻ സ്പേസ്. അടുത്തത് ഇനി പദ്ധതികളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം കഴിഞ്ഞ എക്സാമിനും ഒരു പദ്ധതി ഈ ഒരു കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് പദ്ധതികളും വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചങ്ങ് പോകും. ഫസ്റ്റ് തന്നെ ഇനി അടുത്തൊരു എക്സാമിന് ചോദിക്കുമെന്ന് എനിക്കൊരു 90% ഉറപ്പുള്ളൊരു പദ്ധതിയാണിത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. 1 മുതൽ 10 വരെ ക്ലാസ്സിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദീപം സ്കോളർഷിപ്പ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതി എന്താണെന്ന് ചോദിക്കാം. 1 മുതൽ 10 വരെ ക്ലാസ്സിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദീപം പദ്ധതി. മറക്കല്ല, മാർഗദീപം പദ്ധതി. അടുത്ത ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കോഴിക്കോട് പെരുവണ്ണമുഴിയിൽ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോഴിക്കോട് പെരുവണ്ണമുഴിയിൽ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരാൻ പോവുകയാണ് കേട്ടോ. അതോടെ ഓർത്ത് വെച്ചോ. പിന്നെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം കേട്ടോ. കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്ന KLIFT പദ്ധതി ബജറ്റിൽ ഇതാണേ. അപ്പൊ എന്താണ്? കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്ന KLIFT പദ്ധതിയും നിലവിൽ വരാൻ പോവാണ്. അതുപോലെ ബജറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന കാഴ്ച പരിശോധന പദ്ധതി നേർക്കാഴ്ച വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മുടെ കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വന്ന കാഴ്ച പരിശോധന പദ്ധതിയാണ് നേർക്കാഴ്ച. നേർക്കാഴ്ച എന്താണ്? അതായത് നേർക്കാഴ്ച എന്ന് പറഞ്ഞാൽ കാഴ്ച പരിശോധന പദ്ധതി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന നേർക്കാഴ്ച എന്ന പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. അതിനകത്ത് നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ പറയാം. എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച പദ്ധതി. അത് നിലവിൽ വന്നിട്ടുണ്ട്. 2023 ബജറ്റ് പ്രഖ്യാപിച്ചാണ്. ഇപ്പോൾ നിലവിൽ അത് വന്നിട്ടുണ്ട്. ഈ ബജറ്റ് ആയപ്പോഴത്തേനും അത് നിലവിൽ വന്നിട്ടുണ്ട്. ഓർത്ത് വെച്ചാണ്. പിന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ബാരിയർ ഫ്രീ പദ്ധതി കേട്ടോ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ബാരിയർ ഫ്രീ പദ്ധതി. അപ്പൊ കഴിഞ്ഞ എക്സാമിന് നമ്മളോട് ചോദിച്ചിരുന്നു ഒരു പദ്ധതി എന്നിട്ട് അത് ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബാരിയർ ഫ്രീ പദ്ധതി ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ? ഭിന്നശേഷിക്കാർക്ക്. അപ്പൊ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ബാരിയർ ഫ്രീ പദ്ധതി കേട്ടോ. ബാരിയർ ഫ്രീ പദ്ധതി. അതൊന്ന് ഓർത്ത് വെച്ചോണേ. അപ്പോൾ നമുക്ക് ഇത്ര ഒന്നുകൂടെ പഠിച്ചങ്ങ് പോവാം. കേരള ബജറ്റ് 2024 അവതരിപ്പിച്ചത് എന്നാണ്? 2024 ഫെബ്രുവരി 5 ബജറ്റ് അവതരിപ്പിച്ചത്. നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ച ആരാണ്? KN ബാലഗോപാലാണ്. നിലവിലെ ധനമന്ത്രിയായ KN ബാലഗോപാലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. KN ബാലഗോപാലിന്റെ 4ാമത്തെ ബജറ്റാണ്. ബജറ്റിന്റെ കവർ പേജ് ബേർഡ് ഇൻ സ്പേസ് ആണ്. ബജറ്റിന്റെ കവർ പേജ് എന്താണ്? ബേർഡ് ഇൻ സ്പേസ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോ. നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, എന്നാലും ഓർത്ത് വെച്ചോ.
ബജറ്റ് പ്രസംഗത്തിന്റെ ഉപസംഹാരത്തിൽ ധനമന്ത്രി പരാമർശിച്ച വരികൾ ഏതാന്ന് ചോദിച്ചാൽ വള്ളത്തോളിന്റെ വരികളാണ്. അതായത് ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നരമ്പുകളിൽ എന്ന അതായത് നമ്മുടെ ബജറ്റിന്റെ ഉപസംഹാരത്തിൽ ഈ ഒരു വരികൾ പരാമർശിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുകയാണ്, ചിലപ്പോഴെങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് വള്ളത്തോളിന്റെ വരികളാണ്, അറിയാലോ. പിന്നെ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗം സ്കോളർഷിപ്പ്. നോട്ട് ചെയ്തോണെ, മാർക്കാണ്. പിന്നെ കോഴിക്കോട് പെരുവണ്ണാമൊഴിയിൽ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരാൻ പോവാണ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്ന കെ ലിഫ്റ്റ് പദ്ധതി. ബജറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന കാഴ്ച പരിശോധന പദ്ധതി ഏതാണ്? നേർക്കാഴ്ച കേട്ടോ. പിന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ബാരിയർ ഫ്രീ പദ്ധതി. നമുക്കിനി അടുത്ത കുറച്ച് പദ്ധതികളോട് നോക്കാം. പട്ടികവർഗക്കാരുടെ സംരംഭകത്വം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഉന്നതി പദ്ധതി. ഇതാണ് 3-ാം ഘട്ടത്തിൽ ചോദിച്ചത് കേട്ടോ. അപ്പൊ പട്ടികവർഗക്കാരുടെ സംരംഭകത്വം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി ഏതാണ്? ഉന്നതി പദ്ധതി കേട്ടോ, ഉന്നതി പദ്ധതി. പിന്നെ അടുത്തത് ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലും തിരുവനന്തപുരത്തും. ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഗ്രീൻ ഹൈഡ്രജൻ കേട്ടോ, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടേക്കാണ്? കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും. ഒന്നുകൂടെ പറയാം, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് കൊച്ചി, തിരുവനന്തപുരം. പിന്നെ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയാണ് ആംനസ്റ്റി 2024. ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയുടെ പേരെന്താണ്? ആംനസ്റ്റി 2024. നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി ആംനസ്റ്റി 2024. പിന്നെ അതുപോലെ തന്നെ അയ്യങ്കാളി സ്മാരകം അഥവാ കല്ലുമാല സ്ക്വയർ നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. അപ്പൊ അയ്യങ്കാളി സ്മാരകം അഥവാ കല്ലുമാല സ്ക്വയർ നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ, കൊല്ലത്താണ്. പിന്നെ കൃഷിയിൽ വിദ്യയുടെ ഉപയോഗം കൂട്ടാനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സിറ്റ. സിറ്റ എന്താണ്? കോപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ടെക്നോളജി ഡ്രിവൺ അഗ്രികൾച്ചർ കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മുടെ കൃഷിയിൽ വിദ്യയുടെ ഉപയോഗം കൂട്ടാനായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സിറ്റ, കോഓപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ടെക്നോളജി ഡ്രിവൺ അഗ്രികൾച്ചർ എന്നാണ് അതിന്റെ പദ്ധതിയുടെ പേര്. പിന്നെ അതുപോലെ തന്നെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളായി ഉയർത്താൻ വേണ്ടിയുള്ള പദ്ധതിയാണ് മിഷൻ 1000, അതായത് മിഷൻ 1000 കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളായി ഉയർത്താൻ വേണ്ടിയുള്ള കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയുടെ പേരാണ് മിഷൻ 1000 കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇത്രയും നമുക്കൊന്നും പറഞ്ഞു പോകാം, അപ്പൊ ക്ലിയർ ആവും. പട്ടികവർഗക്കാരുടെ സംരംഭത്വം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി ഏതാണ്? ഉന്നതി പദ്ധതി. അതുപോലെ തന്നെ ഗ്രീൻ ഹൈഡ്രജൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടേക്കാണ്? കൊച്ചിയിലും തിരുവനന്തപുരത്തും. പിന്നെ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി എവിടാണ്? ആംനസ്റ്റി 2024. പിന്നെ അയ്യങ്കാളി കല്ലുമാല സ്ക്വയർ നിലവിൽ വരുന്നത് എവിടാണ്? കൊല്ലത്താണ്. പിന്നെ കൃഷിയിൽ വിദ്യയുടെ ഉപയോഗം കൂട്ടാനായി ആരംഭിച്ച പദ്ധതിയാണ് സിറ്റ. സിറ്റ എന്താണ്? കോപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ടെക്നോളജി ഡ്രിവൺ അഗ്രികൾച്ചർ എന്നാണ് സിറ്റയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. പിന്നെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളായി ഉയർത്താൻ വേണ്ടിയുള്ള പദ്ധതിയാണ് മിഷൻ 1000 എന്ന് പറഞ്ഞ പദ്ധതി വരുന്നത് കേട്ടോ. പിന്നെ ഇത്രയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട പദ്ധതികൾ. അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്നവർക്ക് ഇതിനൊന്ന് ഒരു മാർക്ക് ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് മാക്സിമം ഇത് എല്ലാവരും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കണ്ടിട്ടില്ലാതെ അടുത്ത ഘട്ടം എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൂടെ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാൻ. നമ്മൾ കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഇനി ഏത് ക്ലാസ് ഒക്കെയാണ് വേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സസ് കാണാൻ സാധിക്കൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. മാക്സിമം എല്ലാവരും ഒന്ന് ശ്രമിക്കണം. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിരിക്കാം. ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് കാര്യങ്ങൾ അപ്ഡേറ്റ്സുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.